പേര് മാത്തുക്കുട്ടി ഈശ്വർ. ഞാൻ കേരള സമാജത്തിൻ്റെ ഈ വർഷത്തെ സെക്രട്ടറിയാണ്. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തത്തിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ഈ ഇനോഗ്രൽ പരിപാടിയും ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളും അതുപോലെ പുതുതായിട്ട് ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രസിഡൻസ് ഫോറം രൂപീകരണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഈ സന്ധ്യയിൽ നടത്താനായിട്ട് ഇങ്ങനെ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നമ്മുടെ പ്രോഗ്രാം മാസ്റ്റർ സെറമണി അവതാരകയായിട്ട് വരുന്നത് ജിനു ആൻഡ് മാത്യു. പ്ലീസ് ജിനു. അപ്പോൾ ഇന്നത്തെ ഈ സന്ധ്യ പാട്ടും ഡാൻസും മറ്റു പരിപാടികളായിട്ട് ഈസ്റ്റർ വിഷു ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. എന്ത് അടിച്ചുപൊളി ആയാലും നമുക്ക് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മഹിമ ജേക്കബിനെ ക്ഷണിക്കും. ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമേ വിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമേ വിഴി തുറക്കൂ. കടലടിവാരം കനിവിൻ കാട്ടിൻ നടുവിൽ
विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പങ്കെടുക്കുന്ന ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നതിനായി കേരള സമാജം സെക്രട്ടറി ശ്രീ മാത്തുക്കുട്ടി ഈശോയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ യോഗ അധ്യക്ഷൻ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ സജി എബ്രഹാം,
സമാജം ബോർഡ് ട്രസ്റ്റ് ചെയർമാൻ വിൻസെന്റ് സിറിയൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈസ്റ്റർ ആശംസകൾ നൽകാൻ വന്നിരിക്കുന്ന ഫാദർ യേശുദാസ്, അതുപോലെ നമ്മുടെ അടുത്ത വിശിഷ്ട അതിഥി ഡോക്ടർ മധു ഭാസ്കരൻ, സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, സമാജത്തിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ, അതുപോലെ ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മുൻ പ്രസിഡന്റുമാർ എല്ലാവരും, അതുപോലെ കേരള സമാജത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഏവർക്കും സ്നേഹവന്ദനം. വളരെ മനോഹരമായ ഒരു സന്ധ്യ. ഈ സന്ധ്യയിൽ നമുക്ക് ഏവർക്കും ഈ ഒരു സുദിനത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതിനും നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും അതോടൊപ്പം ഈസ്റ്റർ വിഷു ആഘോഷിക്കുന്നതിനും നമുക്ക് ഈ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1977-79 കാലഘട്ടത്തിൽ കേരളത്തിലെ KSRTC ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് K. നാരായണപൂർ. ചിലർക്കൊക്കെ അറിയാം. അദ്ദേഹം പല സ്ഥലത്തും പോയി പല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് പോകും, പക്ഷെ നിറവേറ്റാറില്ല. അതിന് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ല് വന്നിട്ടുണ്ടായിരുന്നു, ഉറുപ്പിൻ്റെ ഉറപ്പ്. ഉറുപ്പിങ്ങനെ ഉറപ്പ് പറയും, പക്ഷെ ഉറപ്പൊന്നും നടക്കാറില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ വന്ന പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ KSRTC ബസ്സുകളെല്ലാം 17-18 വർഷം തികഞ്ഞ ബസ്സുകളാണ്. 17 വയസ്സ് 18 വയസ്സെന്ന് കേൾക്കുമ്പോൾ 17-18 നല്ല സ്വീറ്റ് വയസ്സാണെന്ന് തോന്നും. മനുഷ്യരെ സംബന്ധിച്ച് അത് വാസ്തവമാണ്. പക്ഷേ ഒരു ബസ്സിനെ സംബന്ധിച്ച് 17-18 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ അന്ത്യ സമയമാണ്. കാരണം അത്രയും വർഷം ഓടുക എന്ന് പറയുന്ന ബസ്സിൻ്റെ ആയുസ്സിൽ അവസാന ഘട്ടത്തിൽ തന്നെ എത്തുന്ന സമയമാണ്. കേരള സമാജം എന്ന പ്രസ്ഥാനം ഇന്ന് 53 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഒരു സംഘടനയ്ക്ക് ഇതുപോലെ പ്രായം പറഞ്ഞാൽ അത് പ്രായം കൂടുന്തോറും ചെറുപ്പത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനെ നയിക്കുന്നവർ പലരും ചെറുപ്പക്കാരായിരിക്കും, നല്ല ചുറുചുറുക്കുള്ള ഹൃദയമുള്ള മനസ്സുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ സംഘടനയുടെ പ്രായം സാധാരണ ആരും മനസ്സിലാക്കാറില്ല. മനുഷ്യന്റെ ആയുസ് മുമ്പോട്ട് പോകുമ്പോൾ സമാജത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ആയുസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സംഘടന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സംഘടനയുടെ ഈ സമാജത്തിന്റെ ആദ്യകാല ഏറ്റവും പ്രഥമ പ്രസിഡന്റായ പ്രൊഫസർ ജോസഫ് ചാലിൽ സാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ജോസഫ് ചെറുവിൽ സാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ മുൻകാലങ്ങളിൽ ഈ സംഘടനയെ മുൻപോട്ട് നയിച്ച നമ്മുടെ മുൻ പ്രസിഡന്റുമാർ എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അത് വളരെ സന്തോഷം. കാരണം ഈ സംഘടന ഈ നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കഠിന അധ്വാനം കൊണ്ടാണ്. കാരണം ഒരു സംഘടനയിലെ ഈ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും ഒരു 6-7 വർഷം പ്രവർത്തിക്കണം. അതിനുശേഷം പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 5 വർഷം ബോർഡ് ഓഫ് ട്രസ്റ്റ് മെമ്പറായിട്ട് തുടരുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയിൽ 10 വർഷത്തോളെങ്കിലും മിനിമം പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ ഇവിടെ നിന്ന് മുൻപിൽ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫോർമർ പ്രസിഡന്റുകൾ. ഇങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ഈ ഒരു ഉദ്ഘാടനം ഇന്നത്തെ പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ സംഘടനയിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്നവര് അതോടൊപ്പം തന്നെ അവരും പല മേഖലയിലേക്ക് വളർന്ന് കയറിയവരാണ്. നമുക്കിവിടെ നേതാക്കന്മാരായിരിക്കുന്ന ധാരാളം പേരുണ്ട്. ലീലാമാരായിട്ട് ഈ സംഘടനയിലെ പ്രസിഡന്റ് ആയിരുന്നു. അതിൽ ഇതോടെ വന്ന് ഫൊക്കാനയിൽ നേതൃത്വത്തിൽ യോജിച്ചു. അതുപോലെ പോൾ കറിയോട് വന്നിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ നമ്മുടെ വിനോദ് KRK ഫൊക്കാന സെക്രട്ടറി ആയിരുന്നു. പിന്നെ നമ്മുടെ ഷാജു സാം YMCയുടെ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ ഉയർന്ന വ്യക്തിയാണ്. ഇന്റർനാഷണൽ ലെവലിൽ വൈസ് ബാങ്ക് ക്ലബിന്റെ പ്രസിഡന്റായിട്ട് മത്സരിച്ച വ്യക്തിയാണ്. അതുപോലെ ഈ സംഘടനയിലൂടെ വളർന്നവരാണ് നിങ്ങളിൽ പലരും. അതുപോലെ നമ്മുടെ പോൾ ജോസ് ഇപ്പോൾ നമ്മുടെ ഫോമയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇതുപോലെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചവരെ നമ്മുടെ ഡോക്ടർ ജേക്കബ് കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഫോമയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഈ സംഘടനയിലെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച വ്യക്തികളൊക്കെയാണ്. അതായത് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ്. സംഘടന വളരുന്നതോടൊപ്പം നമ്മളും വളരുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ
ഈ 53ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ ഈ ചുമതല ഏൽപ്പിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. കാരണം ഞാൻ ഈ അമേരിക്കയിൽ മറ്റ് 10 വർഷത്തോളം ആയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നേ ഉള്ളൂ, വന്നതേ ഉള്ളല്ലോ, ഉടനെ കേരള സമാജം പിടിച്ചെടുത്തു. കാരണം ആ ഒരു നിലയിലേക്ക് നമ്മൾ ഈ പ്രവർത്തന ശൈലി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ്. എന്തായാലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ സെക്രട്ടറി ആകണമെന്നൊക്കെ ആഗ്രഹിച്ച ആളല്ല, പക്ഷേ എന്നെ ഇതിലേക്ക് നിർബന്ധിച്ച് ഈ സ്ഥാനത്ത് എത്തിച്ച ഒരു നേതാവാണ്, ലീഡറാണ് ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റ് സജി. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യം എനിക്ക് അധികം അടുത്ത് പരിചയമില്ലായിരുന്നെങ്കിലും പിന്നീട് അടുത്ത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നടത്തുന്നതിന് ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന സമാജം പ്രസിഡന്റ് സജി എബ്രഹാത്തിനെ വളരെ നിറഞ്ഞ ആർദ്രവത്തോടുകൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ സമാജത്തില് ചരിത്രം കുറിച്ചുകൊണ്ട് 3 പ്രാവശ്യം പ്രസിഡന്റായ വ്യക്തിയാണ് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് ശ്രീ. 3 പ്രാവശ്യം പ്രസിഡന്റായി പ്രവർത്തിച്ചു വിൻസെന്റ് ശ്രീക്കിനെ ഇപ്പോഴത്തെ ബോർഡ് ട്രസ്റ്റി ചെയർമാനാണ്. വിൻസെന്റ് ശ്രീക്കിനെ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. നമ്മുടെ ആദ്യ പ്രസിഡന്റ് ജോസഫ് ചെറുവേൽ സാർ ഉണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ നമ്മുടെ വിഷു സന്ദേശം നൽകുന്നതിന് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മധു ഭാസ്കറാണ്. മധു ഭാസ്കർ ഡോക്ടർ ഇവിടുത്തെ ഏകദേശം 1000-ൽ പരം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ഈ അമേരിക്കയിലെ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയെ നമുക്ക് ഇന്നത്തെ ദിവസം ഈ വിഷു സന്ദേശം നൽകുന്നൊരു ഡോക്ടറാണെങ്കിലും ഈ വിഷു സംബന്ധമായ അല്ലെങ്കിൽ ഹിന്ദു സംബന്ധമായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം പറയാൻ വളരെ വിദഗ്ധനായ വ്യക്തിയാണ് ഡോക്ടർ മധു ഭാസ്കർ. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഈശ്വര സന്ദേശം നൽകുവാനും നമുക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് വളരെ സമുചിതനായ ഒരു വ്യക്തിയാണ് ഫാദർ യേശുദാസ്. തിരുവനന്തപുരം പാറശാലക്കാരനാണ്. അദ്ദേഹം 1 വർഷമായിട്ട് ഇവിടെ മേഴ്സി ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ഫാദർ യേശുദാസിനെ സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ സംഘടനയിലൂടെ മുൻ പ്രസിഡന്റുമാരായിരുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നതിൽ പ്രസിഡന്റ് നിലയിൽ ഇരിപ്പുണ്ട്. എല്ലാവരെയും മുൻ പ്രസിഡന്റുമാരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ശ്രീകുമാർ ഉണ്ണിത്താൻ വന്നിട്ടുണ്ട്. ശ്രീകുമാർ ഉണ്ണിത്താനെ ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫോമയുടെ ജോയിന്റ് സെക്രട്ടറി, നാഷണൽ ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുത്ത് എന്ന് പറയുന്ന പോൾ പി ജോസിനെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യും. ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറൊക്കെയാണ് നമ്മുടെ ഉരുക്കു വനിത ലീലാമാരൻ ഇവിടെ ഉണ്ട്. ലീലാമാരനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു പ്രസിഡന്റുമാരുടെ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല, അവിടെ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് വിടുന്നു. അതുപോലെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങളുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാനയുടെ മറ്റ് പ്രതിനിധികളാലും വന്നിട്ടുണ്ട്. ഫോമയുടെ വേറെ ആരും പ്രതിനിധികളുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാമായ മേരി ഫിലിപ്പ് ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. മേരി ഫിലിപ്പിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ മേരിക്കുട്ടി മൈക്കിൾ ഫൊക്കാനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മേരിക്കുട്ടി മൈക്കിളിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്കിവിടെ ഡാൻസ് അവതരിപ്പിച്ച കലാ ആർട്സ് ടീമിന്റെ മറ്റ് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ ഇന്ന് നമുക്ക് ഇവിടെ പാട്ട് അവതരിപ്പിക്കാൻ രണ്ടുപേരുണ്ട്. മഹിമ ഒരു പാട്ട് ഓൾറെഡി നിങ്ങൾ കേട്ടു, മഹിമയും അതുപോലെ അടുത്ത് പ്രേംകൃഷ്ണൻ, അവരെ രണ്ടുപേരും ഈ വേദിയിൽ ഇതിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മീഡിയ പേഴ്സൺ, ഫോട്ടോ വീഡിയോ എടുക്കുന്ന നമ്മുടെ ജേക്കബ് മാനുവൽ, അദ്ദേഹത്തെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൗണ്ട് സിസ്റ്റം ചെയ്യുന്നത് റിജി വർഗീസാണ്. റിജി വർഗീസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഓഡിറ്റോറിയം ഒരുക്കി തന്ന പാസ്റ്ററിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ കേരള സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും കുടുംബമായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും മറ്റു വാക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമുക്ക് ഇന്ന് കുറച്ച് ലേറ്റായി ഓൾറെഡി, അതുകൊണ്ട് അടുത്ത പരിപാടികൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒക്കെ വാക്കുകൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട സജി എബ്രഹാമിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫാദർ യേശുദാസ് അച്ഛൻ, ഇന്നിവിടെ നമുക്ക് വിഷുവിൻ്റെ സന്ദേശം നൽകുന്ന പാസ്റ്റർ, സ്നേഹം നിറഞ്ഞ ചെറുപേരി സാർ, ഫൊക്കാനയെയും ഫോമയെയും നയിക്കുന്ന പ്രിയ നേതാക്കന്മാരെ, കേരള സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാധുക്കുട്ടി ഈശോ, പ്രിയപ്പെട്ട വിനോദ്, ആത്തിട്ടേര, ജോസി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പ്രിയപ്പെട്ട വിൻസെൻ്റ്, സ്നേഹം നിറഞ്ഞവരെ, കാലാകാലങ്ങളായി കേരള സമാജം അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടക്കുമ്പോൾ ഈസ്റ്റർ വിഷു സെലിബ്രേഷൻ അതോടൊപ്പം ചേർത്ത് നടത്തുന്ന ഒരു പതിവ് കാലാകാലങ്ങളായിട്ടുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശം നമുക്കറിയാം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ഈസ്റ്റർ കാണുവാനും ദർശിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ വിഷുവും ഓരോ മലയാളിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു കൈനീട്ടവും കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെയും അച്ഛനും പ്രിയപ്പെട്ട ഡോക്ടറൊക്കെയും സംസാരിക്കുന്നുണ്ട്, ഇതിലേക്ക് കിടക്കുന്നില്ല. കേരള സമാജത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാലാകാലങ്ങളായി ഇതിനെ നയിച്ച, അതിനെ വളർത്തിയ, ഇതിനെ വലുതാക്കിയ അനേകം പ്രസിഡന്റുമാരും തന്നെ മുമ്പിൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. എന്നാൽ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പ്രവർത്തന ഉദ്ഘാടനമാണെന്നുള്ള നടക്കുന്നത്. അതിൻ്റെ കാരണം ഇതിൽ നിന്നും മാറിപ്പോകുവാൻ, ഇതിനെ പച്ചപിടിപ്പിക്കുവാൻ, ഇതിനുവേണ്ടി ഘോരാത്മം പ്രയത്നിച്ച ഇതിൻ്റെ പ്രസിഡന്റുമാരുടെ ഒരു ഫോറം ഇന്നിവിടെ രൂപീകരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ഇപ്പോഴൊന്നും പറയുന്നില്ല, കാരണം പ്രസിഡൻസ് ഫോറം ഇനാഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു പ്രസിഡന്റ് സജി എബ്രഹാം. താങ്കളുടെ നേതൃത്വം ഈ സമാജത്തെ ഉന്നതങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിലവിളക്ക് തെളിയിക്കുന്നതിന് സ്റ്റേജിലേക്ക് വരേണ്ടവരെ ക്ഷണിക്കുന്നതിനായി ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ വിൻസെന്റ് സിരേക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സമയത്തെ കർത്തവ്യം 2025 കമ്മിറ്റി അംഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിലെ ഓരോ അംഗങ്ങളും അവരവരുടേതായിട്ടുള്ള കർമ്മപദങ്ങളിൽ ജോലി ചെയ്ത് പ്രവർത്തനമുഖരായി കേരള സമാജത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇതിന് മുൻപും ഇത് കഴിഞ്ഞും അവർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. താങ്ക് യു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിരേക്ക്. ബോർഡ് ഓഫ് ട്രസ്റ്റിയെ പ്രതികരിച്ച് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ വിൻസെന്റ് സിരേക്ക്, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പേഴ്സും കൂടെ അതിലൂടെ കൂടുന്നതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പ്രതികരിച്ച് നമ്മുടെ ഉരുക്ക് വനിത ലീല മാരായിട്ട് നിലവിളക്ക് കൊടുക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ബാക്കിയുള്ളവർ അതിൻ്റെ ഒപ്പം ചേരേണ്ടതാണ്. നമ്മുടെ മുൻ പ്രസിഡന്റുമാരെ എല്ലാം പ്രതികരിച്ച് പ്രൊഫസർ ജോസഫ് ചെറുവേലി, 2
അതിഥികളുണ്ട്. ഫാദർ യേശുദാസ്, മധു ഭാസ്കരൻ, പൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ പണ്ഡിത്താൻ. പൊക്കാനയും ഫോമയും ഇന്നിവിടെ യോജിക്കുകയാണ്. ഒരുമിച്ച് നിലവിൽക്കൊള്ളുന്നതാണ് പൊക്കാനയും ഫോമയും. ഫോമർ ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ്,